നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരുവിധ കാരണവുമില്ലാതെ വന്നു മൂടുന്ന കടുത്ത ഭയങ്ങളും കാരണം എന്തെന്നറിയാത്ത വിഷാദവും ഉള്ളിലെ പകയും എവിടെ നിന്നാണ് വരുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കാരണം തേടി നിങ്ങൾ മനസ്സിന്റെ ഉപരിതലത്തിൽ എവിടെയോ പരതുകയാണ്. എന്നാൽ സത്യം അതല്ല താനും. നമ്മുടെ ശരീരത്തിലെ പ്രധാന ചക്രങ്ങൾക്ക് താഴെ ഇടുപ്പിന്റെ ഭാഗങ്ങൾ മുതൽ കാൽപാദങ്ങൾക്ക് അടിവരെ കിടക്കുന്ന ഒരു രഹസ്യ ലോകമുണ്ട്. അതാണ് അധോചക്ര ലോകം. കടുത്ത ഭയങ്ങൾ നൽകുന്ന ഹിപ്പുകളിലെ അധലം മുതൽ ആഴമേറിയ വിഷാദങ്ങൾ നൽകുന്ന കാൽപാദങ്ങളുടെ അടിയിലെ പാതാള ചക്രം വരെയുള്ള 7 അധോചക്രങ്ങളിലാണ് തലമുറകളായി നമ്മിലേക്ക് കൈമാറി വരുന്ന ട്രോമകളും കറുത്ത ഊർജങ്ങളും കെട്ടിക്കിടക്കുന്നത്. താഴത്തെ 7 തലങ്ങൾ ഇരുട്ടിൽ കിടക്കുമ്പോൾ നമ്മൾ എത്രമാത്രം മുകളിലെ ചക്രങ്ങൾ ഉണർത്താൻ ശ്രമിച്ചാലും നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങളും അരക്ഷിതാവസ്ഥയും ഒരിക്കലും നമ്മെ വിട്ടുമാറില്ല. ശരീരത്തിന്റെ ഈ ഇരുണ്ട കോണുകൾ ശുദ്ധീകരിക്കപ്പെടാതെ യഥാർത്ഥ ആത്മീയ സ്വാതന്ത്ര്യം ഒരിക്കലും സാധ്യവുമല്ല. ഏറ്റവും പ്രിയമുള്ളവര്, ദിവ്യബോധത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ കടന്നു ചെല്ലുന്നത് സാധാരണയായി നമ്മൾ കേൾക്കാത്ത, എന്നാൽ നമ്മുടെ ഉപബോധ മനസ്സിന്റെയും ഭൗതിക ശരീരത്തിന്റെയും ഏറ്റവും ആഴമേറിയ രഹസ്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു സൂക്ഷ്മ ലോകത്തിലേക്കാണ്. അത് അധോചക്രങ്ങളുടെ ലോകമാണ്. നമ്മൾ പരമ്പരാഗതമായി മൂലാധാര ചക്ര ഉൾപ്പെടെ 7 പ്രധാന ചക്രങ്ങളെക്കുറിച്ച് മാത്രമേ കേട്ടിട്ടുണ്ടാവുകയുള്ളൂ. എന്നാൽ ആത്മീയ ശാസ്ത്രങ്ങളിലും താന്ത്രിക ശരീരഘടനയിലും മൂലാധാരത്തിന് താഴെ, അതായത് നമ്മുടെ ശരീരത്തിന്റെ ഇടുപ്പ് ഭാഗങ്ങൾ മുതൽ കാൽപാദങ്ങൾ വരെ സ്ഥിതി ചെയ്യുന്ന 7 അധോചക്രങ്ങളെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. ആ 7 അധോചക്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും നമ്മുടെ ഭയങ്ങളുടെ വേരുള്ളതുമായ ഒന്നാമത്തെ ചക്രമായ അധല ചക്രത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അധലം എന്നാൽ താഴെ എന്നാണ് അർത്ഥം. ആത്മീയ ശരീരശാസ്ത്ര പ്രകാരം ഈ അധലചക്രം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഹിപ്പുകളുടെ ഭാഗത്തും പെൽവിക് മേഖലയിലുമായാണ്. നമ്മുടെ നട്ടെല്ലിന്റെ അടിയിലുള്ള മൂലാധാര ചക്രത്തിന് തൊട്ട് താഴെയായി ഭൗതിക ശരീരത്തിന്റെ ഈ താഴത്തെ അടിത്തട്ടിലാണ് അധലം സ്ഥിതി ചെയ്യുന്നത്. ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ അവനിൽ പ്രകൃതിയാൽ ഉണ്ടാകുന്ന അതിജീവനത്തിനായുള്ള വെപ്രാളവും ഭയങ്ങളും ഇവിടെയാണ് വേരുറപ്പിക്കുന്നത്. പ്രപഞ്ചതരംഗങ്ങളിൽ ഏറ്റവും സാന്ദ്രത കൂടിയ അന്ധകാരവും ഭയവും നിറഞ്ഞ ഒരു ഊർജ മണ്ഡലമാണിത്. നമ്മുടെ നിത്യജീവിതത്തിൽ നാം അറിയാതെ നമ്മെ നയിക്കുന്ന പല കാര്യങ്ങളുടെയും പിന്നിൽ ഈ അധലചക്രത്തിന്റെ സ്വാധീനമുണ്ട്. നാളെ എനിക്ക് എന്ത് സംഭവിക്കും? ഞാൻ ഒറ്റപ്പെട്ടു പോകുമോ? എൻ്റെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുമോ എന്നൊക്കെയുള്ള അകാരണമായ ഭയങ്ങൾ വരുന്നത് ഈ അധലചക്രം ബ്ലോക്ക് ആകുമ്പോഴാണ്. ഈ ചക്രം അസന്തുലിതമായാൽ മനുഷ്യൻ എപ്പോഴും ഒരു സർവൈവൽ മോഡിൽ ജീവിക്കേണ്ടി വരും. ആധുനിക ശരീരശാസ്ത്രമനുസരിച്ച് മനുഷ്യൻ എപ്പോഴൊക്കെ കടുത്ത മാനസിക ആഘാതങ്ങളോ ഭയമോ അനുഭവിക്കുന്നുവോ അപ്പോഴൊക്കെ നമ്മുടെ ഹിപ്പുകളിലെയും പെൽവിക് ഫ്ലോറിലെയും പേശികൾ സ്വയം മുറുകും. ഈ മുറുക്കം സ്ഥിരമായി മാറുമ്പോൾ അധലചക്രം അവിടെ അടഞ്ഞു പോകുകയാണ്. പലരിലും കാണുന്ന വിട്ടുമാറാത്ത നടുവേദനയ്ക്കും ഹിപ്പുകളിലെ ഭാരത്തിനും പിന്നിൽ ഈ ആത്മീയ ബ്ലോക്കാണുള്ളത്. നമ്മൾ നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും പൂർവികരിൽ നിന്നും DNA വഴി ഭാരങ്ങൾ മാത്രമല്ല സ്വീകരിക്കുന്നത്,
അവരുടെ ഭയങ്ങളും ദാരിദ്ര്യബോധങ്ങളും നമ്മുടെ അധലചക്രത്തിലാണ് വന്ന് പതിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും കാരണമൊന്നുമില്ലാത്ത ഭയങ്ങൾ നമ്മെ വേട്ടയാടുന്നത്. ഈ അധലചക്രം എന്നത് ഭൗതികതയുടെ ഏറ്റവും താഴ്ന്ന തലമായതുകൊണ്ട് തന്നെ ഇവിടെ ഊർജം അസന്തുലിതമാകുമ്പോൾ മനുഷ്യൻ ഒന്നുകിൽ തീർത്തും ഭയന്നോടുന്നവനാകും, അല്ലെങ്കിൽ ഭൗതിക വസ്തുക്കളോടും ലഹരികളോടുമുള്ള അതിരുകടന്ന ഭ്രമത്തിലേക്കും ആസക്തിയിലേക്കും കൂപ്പുകുത്തും. നമ്മളെ എവിടെയോ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ആഴത്തിലുള്ള ഭയമാണ് ഇതിൻ്റെ എല്ലാം കാരണം. നമ്മുടെ ശരീരത്തിൻ്റെ ഈ ഇരുണ്ട കോണായ അധലചക്രം എന്താണെന്നും അത് നമ്മുടെ ഭയങ്ങളെയും ശാരീരിക മുറുക്കങ്ങളെയും എങ്ങനെ നിയന്ത്രിക്കുന്നുവെന്നും നമ്മളിപ്പോൾ മനസ്സിലാക്കി. ഈ അടിത്തട്ടിലെ ഭാരങ്ങളെ തിരിച്ചറിഞ്ഞ് അവയെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ആത്മീയമായി മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. നമ്മളിപ്പോൾ അധലചക്രത്തെക്കുറിച്ചും അവിടെ വേരുറപ്പിച്ചിരിക്കുന്ന ഭയങ്ങളെക്കുറിച്ചും മനസ്സിലാക്കി. താന്ത്രിക ശരീരശാസ്ത്രപ്രകാരം അധോചക്രങ്ങളുടെ നിരയിൽ രണ്ടാമത്തേതാണ് വിതലം. നമ്മുടെ തുടകളുടെ ഇരുവശങ്ങളിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഒരു സൂക്ഷ്മമായ ഊർജ കേന്ദ്രമാണിത്. അധലം എന്നത് അടിസ്ഥാനപരമായ ഭയത്തിൻ്റെയും അരക്ഷിതാവസ്ഥയുടെയും കേന്ദ്രമാണെങ്കിൽ വിതലം എന്നത് ആ ഭയങ്ങൾ വളർന്ന് കോപമായും വെറുപ്പായും പ്രതികാര ചിന്തയായും രൂപം പ്രാപിക്കുന്ന ഇടമാണ്. ഒരു മനുഷ്യൻ താൻ ഭയപ്പെടുന്ന ഒന്നിൽ നിന്നോ അല്ലെങ്കിൽ തനിക്ക് നഷ്ടപ്പെട്ടേക്കാം എന്ന് കരുതുന്ന ഒന്നിൽ നിന്നോ സംരക്ഷണം നേടാൻ ശ്രമിക്കുമ്പോൾ ആ മാനസികാവസ്ഥ കടുത്ത അമർഷമായും എതിർപ്പായും മാറും. ആ ഊർജമാണ് വിതലചക്രത്തിൽ വന്ന് തടസ്സപ്പെടുന്നത്. നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ നമ്മൾ അറിയാതെ നമ്മെ ദേഷ്യത്തിൻ്റെയും കൈപ്പേറിയ ഓർമ്മകളുടെയും അടിമയാക്കുന്ന പല മാനസിക അവസ്ഥകൾക്കും പിന്നിൽ വിതലചക്രത്തിൻ്റെ സ്വാധീനമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മോട് ആരെങ്കിലും ചെയ്ത അനീതികൾ, അപമാനങ്ങൾ, അല്ലെങ്കിൽ നാം സഹിക്കേണ്ടി വന്ന വേദനകൾ, ഇതെല്ലാം നമ്മൾ പുറത്ത് പ്രകടിപ്പിക്കാതെ ഉള്ളിൽ അടക്കി വെക്കുമ്പോൾ ആ കടുത്ത ഊർജം തുടകളുടെ ഭാഗത്തുള്ള പേശികളിൽ കട്ട പിടിച്ചു കിടക്കും. ഇത് ശാരീരികമായി നമ്മുടെ തുടകളിൽ വല്ലാത്തൊരു ഭാരമോ പിരിമുറുക്കമോ ഉണ്ടാക്കാം. അവർ എനിക്ക് ഇത് ചെയ്തു, ഞാനത് ഒരിക്കലും മറക്കില്ല എന്ന ചിന്തയോടുകൂടി വർഷങ്ങളോളം പക കൊണ്ട് നടക്കുന്ന മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. ആ മാനസികാവസ്ഥ വിതലചക്രത്തെ പൂർണ്ണമായും അടച്ചു കളയുകയാണ്. ഈ ചക്രം ബ്ലോക്കായാൽ പിന്നെ മനസ്സിനൊരിക്കലും ക്ഷമിക്കുവാനോ സമാധാനത്തോടെ ഇരിക്കുവാനോ സാധിക്കില്ല. വിതലം എന്നത് സംഘർഷങ്ങളുടെ ലോകമാണ്. മറ്റുള്ളവരുമായി നിരന്തരം വഴക്കിടുക, ആരെയും വിശ്വസിക്കാതിരിക്കുക, താനാണ് ശരിയെന്ന് അഹങ്കരിക്കുക എന്നിവയെല്ലാം ഈ ചക്രത്തിൻ്റെ അസന്തുലിതാവസ്ഥയുടെ ലക്ഷണങ്ങളാണ്. ആധുനിക ശരീരശാസ്ത്രവും സൊമാറ്റിക് തെറാപ്പിയും പറയുന്നത് മനുഷ്യൻ കടുത്ത ദേഷ്യത്തിലോ അടിച്ചമർത്തപ്പെട്ട വാശിയിലോ ആയിരിക്കുമ്പോൾ അവൻ്റെ തുടകളിലെ പേശികൾ സ്വയം മുറുകുമെന്നാണ്. മുന്നോട്ട് ഓടാനോ പോരാടാനോ ഉള്ള ശരീരത്തിൻ്റെ തയ്യാറെടുപ്പാണത്. എന്നാൽ ആ പോരാട്ടം യഥാർത്ഥത്തിൽ നടക്കാതെ വരുമ്പോൾ ആ ഊർജം അവിടെ തന്നെ ഒരു കെട്ടായി മാറുകയാണ്. ഇതാണ് ആത്മീയമായി വിതലചക്രത്തിലെ തടസ്സമായി അനുഭവപ്പെടുന്നത്. അധലത്തിലെ ഭയങ്ങൾ എങ്ങനെയാണ് വിതലത്തിലെത്തി കോപമായും വെറുപ്പായും മാറുന്നതെന്ന് നമ്മളിവിടെ തിരിച്ചറിഞ്ഞു. ഉള്ളിലെ ആ പകയുടെയും അമർഷത്തിൻ്റെയും കെട്ടുകൾ അഴിയാതെ നമുക്കൊരിക്കലും നമ്മുടെ മനസ്സിനെ ലഘുവാക്കി മാറ്റാൻ സാധിക്കില്ല. നമ്മുടെ ഈ യാത്രയിൽ ഹിപ്പുകളിലെ ഭയങ്ങളെക്കുറിച്ചും തുടകളിലെ കോപത്തെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കി. താന്ത്രിക ശരീരശാസ്ത്രപ്രകാരം അധോചക്രങ്ങളുടെ നിരയിൽ മൂന്നാമത്തേതാണ് സുതലം. അത് നമ്മുടെ കാൽമുട്ടുകളുടെ ഭാഗത്തായാണ് ഈ സൂക്ഷ്മ ഊർജകേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അധലം ഭയത്തിൻ്റെയും വിതലം കോപത്തിൻ്റെയും കേന്ദ്രമാണെങ്കിൽ സുതലം എന്നത് അത്യാഗ്രഹത്തിൻ്റെയും അമിതമായ ആസക്തികളുടെയും ഭൗതിക വസ്തുക്കളെ പിടിച്ചു വയ്ക്കുവാനുള്ള പ്രവണതകളുടെയും കേന്ദ്രമാണ്. എനിക്ക് ചുറ്റുമുള്ളതൊക്കെ എൻ്റേതാണ്, അതൊന്നും ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന സങ്കുചിതമായ ചിന്താഗതി
ഇവിടെയാണ് വേരുറപ്പിക്കുന്നത്. നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ നമ്മെ അത്യാർത്തിയുടെയും പിടിവാശിയുടെയും അടിമയാക്കുന്ന പല മാനസിക അവസ്ഥകൾക്കും പിന്നിൽ സുതലം എന്ന ചക്രത്തിൻ്റെ സ്വാധീനമുണ്ട്. പണത്തോടോ അധികാരത്തോടോ ഭൗതിക വസ്തുക്കളോടോ ഉള്ള അതിരുകടന്ന ആസക്തി ഈ ചക്രത്തെ നിർജീവമാക്കും. എത്ര കിട്ടിയാലും മതിയാകാത്ത ഒരു മാനസികാവസ്ഥ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഭാഗം കൂടി പിടിച്ചെടുക്കണമെന്ന ചിന്ത ഇവിടെ നിന്നാണ് രൂപപ്പെടുന്നത്. ആത്മീയ ശരീരശാസ്ത്രത്തിൽ കാൽമുട്ടുകൾ എന്നത് മനുഷ്യന്റെ വഴക്കത്തിന്റെ പ്രതീകമാണ്. ആർക്കെങ്കിലും മുന്നിൽ തല കുനിക്കുവാനോ സ്വന്തം തെറ്റുകൾ അംഗീകരിക്കുവാനോ വിട്ടുകൊടുക്കുവാനോ ഉള്ള മടി കടുത്ത അഹങ്കാരമായി നമ്മുടെ കാൽമുട്ടുകളിൽ വന്ന് പതിയും. ഈ ഊർജ തടസ്സമാണ് സുതലചക്രം ബ്ലോക്കാകുമ്പോൾ ഉണ്ടാകുന്നത്. തനിക്ക് കിട്ടിയതൊക്കെ മറ്റുള്ളവർ എടുത്തു പോകുമോ എന്ന ഭയം കാരണം ഒന്നിനോടും വിട പറയാൻ കഴിയാത്ത അവസ്ഥ. അത് സ്നേഹമായാലും പണമായാലും മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ മനസ്സില്ലാത്ത അവസ്ഥ ഈ ചക്രത്തിൻ്റെ അസന്തുലിതാവസ്ഥയെ കാണിക്കുകയാണ്. പലരിലും കാണുന്ന കടുത്ത കാൽമുട്ട് വേദനയ്ക്കും ആർത്രറ്റിസിനും പിന്നിൽ ശാരീരിക കാരണങ്ങൾ മാത്രമല്ല ഉള്ളത്. അതിന് വൈകാരികമായ അടിയറവ് വയ്ക്കുവാനുള്ള മടിയുമുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ജീവിതത്തിലെ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ മടിക്കുമ്പോൾ നമ്മുടെ കാൽമുട്ടുകളിലെ പേശികളിലും ലിഗ്മെന്റുകളും മുറുകുകയും അത് സുതലചക്രത്തിലെ ബ്ലോക്കായി മാറുകയും ചെയ്യും. അതലത്തിലെ ഭയവും വിതലത്തിലെ കോപവും വളർന്ന് എങ്ങനെയാണ് സുതലത്തിലെത്തി അത്യാഗ്രഹമായും അഹങ്കാരമായും മാറുന്നതെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. ഉള്ളിലെ ആ പിടിച്ചുവാങ്ങലിൻ്റെയും പിടിവാശിയുടെയും കെട്ടുകൾ അഴിയാതെ നമുക്കൊരിക്കലും ജീവിതത്തിൽ ലളിതമായി ജീവിക്കാൻ സാധിക്കില്ല. നമ്മളിപ്പോൾ ഹിപ്പുകളിലെ ഭയങ്ങളെക്കുറിച്ചും തുടകളിലെ കോപത്തെക്കുറിച്ചും കാൽമുട്ടുകളിലെ അത്യാഗ്രഹത്തെക്കുറിച്ചും മനസ്സിലാക്കി. അധോചക്രങ്ങളുടെ നിരയിൽ നാലാമത്തേത് തലാതലമാണ്. നമ്മുടെ കാൽമുട്ടുകൾക്കും കണങ്കാലുകൾക്കും ഇടയിലുള്ള ഭാഗത്തായാണ് ഈ സൂക്ഷ്മമായ ഊർജകേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അതലം ഭയത്തിൻ്റെയും വിതലം കോപത്തിൻ്റെയും സുതലം അത്യാഗ്രഹത്തിൻ്റെയും കേന്ദ്രമാണെങ്കിൽ തലാതലം എന്നത് സംശയങ്ങളുടെയും അവിശ്വാസത്തിൻ്റെയും നിരന്തരമായ ആധിയുടെയും കേന്ദ്രമാണ്. ആരും എന്നെ സഹായിക്കാനില്ല, എല്ലാവരും എന്നെ ചതിക്കാൻ നോക്കുകയാണ്, എൻ്റെ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാമെന്ന തരത്തിലുള്ള കടുത്ത മുൻവിധികൾ ഇവിടെയാണ് രൂപപ്പെടുന്നത്. നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ നമ്മെ മറ്റുള്ളവരിൽ നിന്ന് അകറ്റി നിർത്തുന്നതും മനസ്സിനെ അസ്വസ്ഥമാക്കുന്നതുമായ പല മാനസികാവസ്ഥകൾക്കും പിന്നിൽ തലാതല ചക്രത്തിൻ്റെ സ്വാധീനമുണ്ട്. കൂടെയുള്ളവരെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥ, സ്നേഹബന്ധങ്ങളിലോ ബിസിനസ്സിലോ മറ്റുള്ളവർ തന്നെ വഞ്ചിക്കുമെന്ന ഭയം കാരണം ആർക്കും പൂർണ്ണമായി മനസ്സ് തുറന്നു നൽകാൻ സാധിക്കാത്ത ഒരു മാനസികാവസ്ഥ ഇവിടെ നിന്നാണ് ഉടലെടുക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെയോ ഈശ്വരൻ്റെയോ നീതികളിൽ വിശ്വാസമില്ലാതെ താൻ മാത്രം ഒറ്റപ്പെട്ടു പോയെന്ന തോന്നൽ മനുഷ്യനെ നിരന്തരമായ ആദികളിലേക്ക് തള്ളിയിടും. ഈ ഊർജ തടസ്സമാണ് തലാതല ചക്രം ബ്ലോക്കാകുമ്പോൾ നമ്മിൽ ഉണ്ടാകുന്നത്. മനസ്സെപ്പോഴും ഒരു സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുമ്പോൾ ശരീരം അറിയാതെ പ്രതിരോധത്തിലാകും. കടുത്ത മാനസിക പിരിമുറുക്കങ്ങളും ആദികളും അനുഭവിക്കുന്ന ആളുകളുടെ കാൽത്തുടകളിലെ പേശികൾ സദാസമയവും മുറുകിയ അവസ്ഥയിലായിരിക്കും. നമ്മുടെ ശരീരത്തെ മുന്നോട്ട് ചലിപ്പിക്കുന്നത് കാൽപാദങ്ങളും കാലുകളുമാണ്. എന്നാൽ തലാതലത്തിൽ സംശയങ്ങളുടെ കറുത്ത ഊർജം കെട്ടിക്കിടക്കുമ്പോൾ ഒരു പുതിയ തീരുമാനമെടുക്കുവാനോ പുതിയൊരു ബന്ധത്തിലേക്ക് പ്രവേശിക്കുവാനോ ജീവിതത്തിൽ മുന്നോട്ടൊരു കാൽവെൽപ്പ് നടത്തുവാനോ നമ്മുടെ മനസ്സ് ഭയപ്പെടും. ഞാനെടുത്ത തീരുമാനം തെറ്റായി പോകുമോ എന്ന സംശയം ആ യാത്രയെ പൂർണ്ണമായി സ്തംഭിപ്പിക്കും. ഭയവും കോപവും അത്യാഗ്രഹവും ചേർന്ന് എങ്ങനെയാണ് തലാതലത്തിലെത്തി കടുത്ത സംശയങ്ങളായും അവിശ്വാസമായും മാറുന്നതെന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കി.
ഉള്ളിലെ ആ സംശയത്തിൻ്റെയും അർഷിതാവസ്ഥയുടെയും കെട്ടുകൾ അഴിയാതെ നമുക്കൊരിക്കലും മറ്റുള്ളവരെ സ്നേഹിക്കുവാനോ സമാധാനത്തോടെ ജീവിക്കുവാനോ സാധിക്കില്ല. നമ്മളിപ്പോൾ ഭയങ്ങളെക്കുറിച്ചും കോപത്തെക്കുറിച്ചും അത്യാഗ്രഹത്തെക്കുറിച്ചും സംശയങ്ങളെക്കുറിച്ചും മനസ്സിലാക്കി. അധോചക്രങ്ങളുടെ നിരയിൽ അഞ്ചാമത്തേതാണ് മഹാതലം. നമ്മുടെ കാലുകളുടെ താഴെ കണങ്കാലുകളുടെ ഭാഗത്തായാണ് ഈ സൂക്ഷ്മ ഊർജകേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. മുൻപത്തെ ചക്രങ്ങളിലെ ഭയവും കോപവും അത്യാഗ്രഹവും സംശയങ്ങളും നിരന്തരം അനുഭവിച്ച് മടുത്ത് മനുഷ്യന്റെ മനസ്സ് പൂർണ്ണമായും തളർന്നു പോകുന്ന അവസ്ഥയാണ് മഹാതലം. ഇത് കടുത്ത ജഡത്വത്തിൻ്റെയോ അലസതയുടെയോ ശരീരത്തിനും മനസ്സിനും ജീവനില്ലാത്ത പോലെയുള്ള ഒരു സ്തംഭന അവസ്ഥയുടെയും കേന്ദ്രമാണ്. ഇവിടെ ഊർജം പൂർണ്ണമായും മരവിച്ചു പോയിട്ടുണ്ടാകും. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മെ മുന്നോട്ട് പോകുന്നതിൽ നിന്ന് തടയുന്നതും ഊർജമില്ലായ്മയിലേക്ക് നയിക്കുന്നതുമായ പല മാനസിക അവസ്ഥകൾക്കും പിന്നിൽ മഹാതല ചക്രത്തിൻ്റെ സ്വാധീനമുണ്ട്. എനിക്കെന്തിനാണ് ഇതെല്ലാം, എന്തെങ്കിലും നടക്കട്ടെ, എനിക്ക് യാതൊരുവിധ കുഴപ്പവുമില്ല എന്ന തരത്തിലുള്ള അങ്ങേയറ്റത്തെ നിസ്സംഗതയും മടിയും ഇവിടെയാണ് രൂപപ്പെടുന്നത്. സന്തോഷമോ സങ്കടമോ അനുഭവിക്കാൻ പോലും കഴിയാത്ത ഒരു തരം വൈകാരികമായ മരവിപ്പ് ഈ ചക്രത്തിൻ്റെ ബ്ലോക്കാൽ ഉണ്ടാകും. ആഗ്രഹങ്ങളുണ്ടാകും, എന്നാൽ അവ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയ പ്രാണശക്തി പോലും ശരീരത്തിലില്ലാത്ത അവസ്ഥയിലായിരിക്കും. മനസ്സെപ്പോഴും ഒരു കറുത്ത മൂടൽ മഞ്ഞിനുള്ളിൽ പെട്ടുപോയതുപോലെ തോന്നും നമുക്ക്. നമ്മുടെ ശരീരത്തിൻ്റെ മുഴുവൻ ഭാരവും താങ്ങി നിർത്തുന്നത് കണങ്കാലുകളാണ്. ആത്മീയമായി ജീവിതത്തിൻ്റെ ദിശയോ ലക്ഷ്യമോ നഷ്ടപ്പെടുമ്പോൾ കണങ്കാലുകളിലെ ഊർജം തടസ്സപ്പെടുകയും അത് ശാരീരികമായി കണങ്കാലിലെ വേദനയായോ എളുപ്പത്തിൽ ഉളുക്ക് വരുന്ന അവസ്ഥയായോ പ്രകടമാകുകയും ചെയ്യും. മഹാതലം എന്നത് നമ്മെ ഉറപ്പിച്ചു നിർത്തേണ്ട കണങ്കാലുകളിൽ ജഡത്വം നിറയ്ക്കുന്നതുകൊണ്ട് ഒരു പുതിയ ചൂട് വയ്ക്കുവാനോ മാറ്റങ്ങൾ സ്വീകരിക്കുവാനോ നമുക്ക് സാധിക്കാതെ വരും. ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടാൻ ശക്തിയില്ലാതെ അവയ്ക്ക് മുന്നിൽ കീഴടങ്ങി വെറുതെ ഇരിക്കാൻ ഈ ഊർജം നമ്മെ പ്രേരിപ്പിക്കും. ഈ മരവിപ്പിനെ പൊട്ടിച്ചെറിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്ത തലത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ. മുൻചക്രങ്ങളിലെ വൈകാരിക ഭാരങ്ങൾ അടിഞ്ഞുകൂടി എങ്ങനെയാണ് മഹാതലത്തിലെത്തി കടുത്ത ജഡത്വമായും മരവിപ്പായും മാറുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. ഉള്ളിലെ ആ ജീവനില്ലാത്ത അവസ്ഥയുടെയും മടിയുടെയും കെട്ടുകൾ അഴിയാതെ നമുക്കൊരിക്കലും കർമ്മ നിരതനാകാൻ സാധിക്കില്ല. നമ്മളിപ്പോൾ ഭയങ്ങൾ, കോപം, അത്യാഗ്രഹം, സംശയങ്ങൾ, കണങ്കാലുകളിലെ ജഡത്വം എന്നിവയെക്കുറിച്ച് മനസ്സിലാക്കി. അധോചക്രങ്ങളുടെ നിരയിൽ ആറാമത്തേതാണ് രസാതലം. നമ്മുടെ കാൽപാദങ്ങളുടെ മുകൾ ഭാഗത്താണ് ഈ സൂക്ഷ്മമായ ഊർജകേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഇതുവരെയുള്ള ചക്രങ്ങളിലെ ഭയവും കോപവും അത്യാഗ്രഹവും ജഡത്വവും മനുഷ്യനെ പൂർണ്ണമായും സങ്കുചിതനാക്കി മാറ്റുന്ന അവസ്ഥയാണിത്. ഇത് സ്വാർത്ഥതയുടെയും മറ്റുള്ളവരുടെ വേദനയോട് മുഖം തിരിച്ചു നിൽക്കുന്ന ക്രൂരതയുടെയും താൻ മാത്രം രക്ഷപ്പെടുക എന്ന സങ്കുചിത ചിന്തയുടെയും കേന്ദ്രമാണ്. ഇവിടുത്തെ ഊർജം അസന്തുലിതമാകുമ്പോൾ മനുഷ്യൻ മറ്റുള്ളവരെ ചൂഷണം ചെയ്യാൻ പോലും മടിക്കാത്ത അവസ്ഥയിലേക്ക് എത്തും. നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ നമ്മെ സമൂഹത്തിൽ നിന്നും സ്നേഹത്തിൽ നിന്നും പൂർണ്ണമായി അകറ്റി നിർത്തുന്ന പല മാനസിക അവസ്ഥകൾക്കും പിന്നിൽ രസാതല ചക്രത്തിൻ്റെ സ്വാധീനമുണ്ട്. എനിക്ക് എൻ്റേത് മാത്രം മതി, മറ്റുള്ളവർ എന്ത് നാശമായാലും എനിക്കെന്ത് എന്ന തരത്തിലുള്ള അഹന്ത നിറഞ്ഞ ചിന്താഗതി ഇവിടെയാണ് രൂപപ്പെടുന്നത്. സ്നേഹം, പങ്കുവയ്ക്കൽ എന്നീ മാനുഷിക ഭാവങ്ങൾ പൂർണ്ണമായും ഇല്ലാതാകും ഇവിടെ. മറ്റുള്ളവരുടെ കണ്ണീരോ കഷ്ടപ്പാടുകളോ കാണുമ്പോൾ യാതൊരുവിധ അനുകമ്പയും തോന്നാത്ത, സ്വന്തം കാര്യത്തിനു വേണ്ടി ആരെയും ചതിക്കാൻ മടിക്കാത്ത മാനസികാവസ്ഥ ഈ ചക്രത്തിൻ്റെ ഇരുണ്ട വശമാണ്. നമ്മൾ വൈകാരികമായി മറ്റുള്ളവരിൽ നിന്ന് പൂർണ്ണമായും അകന്നു നിൽക്കുമ്പോഴും കടുത്ത സ്വാർത്ഥതയിലേക്ക് ചുരുങ്ങുമ്പോഴും കാൽപാദങ്ങളുടെ മുകൾ ഭാഗത്തെ പേശികളിലും ഞരമ്പുകളിലും ശക്തമായ പിരിമുറുക്കം അനുഭവപ്പെടും.
ഇത് ശാരീരികമായി നടക്കുമ്പോഴോ നിൽക്കുമ്പോഴോ അസ്വസ്ഥതകൾ ഉണ്ടാക്കാം. രസാതലം എന്നത് മനുഷ്യനെ അവൻ്റെ സങ്കുചിതമായ അഹങ്കാരത്തിൽ തളച്ചിടുന്ന ഒന്നാണ്. ഞാനെന്ന ഭാവം മാത്രം വലുതായി കാണുകയും പ്രപഞ്ചത്തിലെ മറ്റ് ജീവജാലങ്ങളെക്കുറിച്ചോ മനുഷ്യരെക്കുറിച്ചോ ചിന്തിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന ഈ അവസ്ഥയെ മറികടന്നാൽ മാത്രമേ ഒരാൾക്ക് അടുത്തതും അവസാനത്തതുമായ തലത്തിലേക്ക് കടക്കാൻ സാധിക്കൂ. മുൻചക്രങ്ങളിലെ വികാരങ്ങൾ വളർന്ന് എങ്ങനെയാണ് രസാതലത്തിലെത്തി അങ്ങേയറ്റത്തെ സ്വാർത്ഥതയായും സങ്കുചിതമായും മാറുന്നതെന്ന് നമ്മളിവിടെ തിരിച്ചറിഞ്ഞു. ഉള്ളിലെ ആ ചൂഷണ മനോഭാവത്തിൻ്റെയും വേർതിരിവിൻ്റെയും കെട്ടുകളഴിയാതെ നമുക്കൊരിക്കലും മാനുഷിക മൂല്യങ്ങളിലേക്ക് തിരികെ വരാൻ ഒരിക്കലും സാധിക്കില്ല. നമ്മുടെ ഈ യാത്രയുടെ അവസാന പടിയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതുവരെ നമ്മൾ ഭയങ്ങൾ, കോപം, അത്യാഗ്രഹം, സംശയങ്ങൾ, ജഡത്വം, സ്വാർത്ഥത എന്നിവയെക്കുറിച്ച് ഘട്ടം ഘട്ടമായി മനസ്സിലാക്കി. ഇനി നമ്മൾ പ്രവേശിക്കുന്നത് അധോചക്രങ്ങളുടെ നിരയിലെ ഏറ്റവും അവസാനത്തെയും ആത്മാവിൻ്റെ ഏറ്റവും താഴത്തെ തട്ടിലുള്ള അധോചക്രങ്ങളുടെയും താഴത്തെ സൂക്ഷ്മ ലോകങ്ങളുടെയും അവസാനത്തെ പടിയാണ്. അതാണ് പാതാളം. നമ്മുടെ ഭൗതിക ശരീരത്തിൻ്റെ ഏറ്റവും അടിയിൽ, അതായത് കാൽപാദങ്ങളുടെ അടിഭാഗത്താണ് ഈ അതീവ സാന്ദ്രതയേറിയ ഊർജകേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയുമായി നമ്മുടെ ശരീരം നേരിട്ട് സ്പർശിക്കുന്ന ഭാഗമാണിത്. അതലചക്രത്തിൽ തുടങ്ങി പടിപടിയായി വളർന്നു വന്ന ഭയവും കോപവും അത്യാഗ്രഹവും സംശയവും ജഡത്വവും സ്വാർത്ഥതയും അതിൻ്റെ ഉന്നതിയിൽ എത്തി നിൽക്കുന്ന അവസ്ഥയാണ് പാതാളം. ഇത് ആത്മാവിൻ്റെ ആഴങ്ങളിലെ കടുത്ത വിഷാദത്തിൻ്റെയും എല്ലാറ്റിനോടുമുള്ള നിരാശയുടെയും കടുത്ത മരണഭയത്തിൻ്റെയും കേന്ദ്രമാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മെ പ്രതീക്ഷകളില്ലാത്ത ഒരു ശൂന്യതയിലേക്ക് തള്ളിയിടുന്ന പല മാനസിക അവസ്ഥകൾക്കും പിന്നിൽ പാതാളചക്രത്തിൻ്റെ സ്വാധീനമുണ്ട്. ജീവിതത്തോട് വിരക്തിയും അങ്ങേയറ്റത്തെ വിഷാദവും, ഇനി ജീവിച്ചിരുന്നിട്ട് യാതൊരുവിധ കാര്യവുമില്ല, എല്ലാം അവസാനിച്ചു കഴിഞ്ഞു എന്ന തരത്തിലുള്ള കടുത്ത നൈരാശ്യമെല്ലാം ഇവിടെയാണ് വേരൂന്നുന്നത്. പ്രകാശമേതെന്ന് കാണാൻ കഴിയാത്ത ഒരു ഇരുണ്ട ഗുഹയിലാണ് താൻ പെട്ടുപോയതെന്ന തോന്നൽ ഇവിടെ മനുഷ്യനെ തളർത്തിക്കളയും. താൻ പൂർണ്ണമായും ഇല്ലാതായി പോകുമോ എന്ന അടിയന്തരമായ ഭയവും, എന്ത് നഷ്ടപ്പെടുമെന്ന ആദിയും ഈ ചക്രത്തിൻ്റെ അസന്തുലിതാവസ്ഥ മൂലം ഉണ്ടാകും. നമ്മൾ നിരന്തരം നെഗറ്റീവ് ഊർജങ്ങൾ ചുമക്കുമ്പോൾ ഭൂമിയുമായി ഊർജ വിനിമയം നടത്തേണ്ട കാൽപാദങ്ങളുടെ അടിഭാഗം ബ്ലോക്കാകും. ഇത് നടക്കുമ്പോൾ കാൽപാദങ്ങളിൽ കടുത്ത വേദനയോ അല്ലെങ്കിൽ വിട്ടുമാറാത്ത തണുപ്പും മരവിപ്പും അനുഭവപ്പെടാൻ കാരണമാകും. പാതാളചക്രം എന്നത് അന്ധകാരത്തിൻ്റെ അവസാനത്തെ അതിർത്തിയാണ്. ഇവിടെ നിന്നാണ് ഭൂമിയുടെ കാന്തിക വലയവുമായി നമ്മുടെ ശരീരം ബന്ധപ്പെടുന്നത്. ഈ 7 അധോചക്രങ്ങളിലെയും കറുത്ത ഊർജങ്ങളും ഭാരങ്ങളും എന്താണെന്ന് നാം തിരിച്ചറിഞ്ഞാൽ മാത്രമേ യഥാർത്ഥത്തിൽ നമുക്ക് മൂലാധാര ചക്രത്തിലേക്ക് പ്രവേശിച്ച് കുണ്ടലിനി ഊർജം മുകളിലേക്ക് ഉയർത്തുവാൻ സാധിക്കും. താഴത്തെ നിലകളിലെ അഴുക്കുകൾ നീക്കം ചെയ്യാതെ മുകളിലെ നിലകൾ ഒരിക്കലും ശുദ്ധമാകില്ല. അതലം മുതൽ പാതാളം വരെയുള്ള 7 അധോചക്രങ്ങളുടെയും സ്വഭാവങ്ങളും അവ നമ്മുടെ ഉപബോധ മനസ്സിൽ എങ്ങനെയാണ് ഭയങ്ങളുടെയും വിഷാദങ്ങളുടെയും രൂപത്തിൽ നിലകൊള്ളുന്നതെന്നും നമ്മളിപ്പോൾ സമഗ്രമായി മനസ്സിലാക്കി. ശരീരത്തിൻ്റെ ഈ ഇരുണ്ട കോണുകളെക്കുറിച്ചുള്ള അറിവ് നമ്മെ നമ്മുടെ യഥാർത്ഥ സത്വത്തെ തിരിച്ചറിയുവാൻ സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഏറ്റവും സ്നേഹമുള്ളവരെ, വളരെ ആഴത്തിലുള്ള ഈ ആത്മീയ യാത്ര ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അതലം മുതൽ പാതാളം വരെയുള്ള 7 അധോചക്രങ്ങളിലൂടെ ഭയങ്ങൾ, കോപം, അത്യാഗ്രഹം, സംശയങ്ങൾ, ജഡത്വം, സ്വാർത്ഥത, ആഴമേറിയ വിഷാദം എന്നിങ്ങനെ നമ്മെ വർഷങ്ങളായി പിന്നോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്ന ആന്തരിക തടസ്സങ്ങളെയെല്ലാം നമ്മൾ ഓരോന്നായി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഒരു വീടിൻ്റെ മേൽക്കൂര മനോഹരമാകണമെങ്കിൽ അതിൻ്റെ അടിത്തറയും ശക്തവും ശുദ്ധവുമായിരിക്കണം. അതുപോലെ തന്നെയാണ് നമ്മുടെ ആത്മീയ യാത്രയും.
ശരീരത്തിൻ്റെ താഴത്തെ ഈ ഇരുണ്ട കോണുകളിൽ കെട്ടിക്കിടക്കുന്ന കറുത്ത ഊർജങ്ങളെയും വൈകാരിക ഭാരങ്ങളെയും ശുദ്ധീകരിക്കാതെ നമുക്കൊരിക്കലും പൂർണ്ണമായ ഉണർവ് നേടുവാൻ കഴിയില്ല. എന്നാൽ ഭയപ്പെടേണ്ടതില്ല. ഈ അധോചക്രങ്ങളിലെ എല്ലാ ബ്ലോക്കുകളെയും പൂർണ്ണമായി അലിയിച്ചു കളയുവാനും നമ്മുടെ ഭൗതിക ശരീരത്തിൻ്റെ താഴത്തെ അടിത്തറയെ പൂർണ്ണമായും പ്രകാശപൂരിതമാക്കുവാനുള്ള ഒരു ശക്തമായ ആന്തരിക ശുദ്ധീകരണ ധ്യാനം നമുക്ക് പരിശീലിക്കാവുന്നതാണ്. ആ ധ്യാനത്തിലൂടെ നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ആഴങ്ങളിലുള്ള എല്ലാ ഭാരങ്ങളും നീങ്ങി നമ്മൾ പൂർണ്ണമായും സ്വതന്ത്രരാകും. ഈ അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സൃഷ്ടിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഒത്തിരി സ്നേഹത്തോടെ ദിവ്യബോധം. നന്ദി, നമസ്കാരം.